ജാനുവടുത്തിന്റെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയേ ജാനുവടുത്തിന്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ബെല്ലുണ്ടാവും, അതും ഒന്ന് അമർത്താണേ. ആ എന്തെല്ലാം ജാനുവടുത്തി? ഇനി ഇതെവിടെ അമ്മനെ പോന്ന്? ഞാനൊന്ന് റേഷൻ പിടി വരെ പോന്ന. ഇന്നാ ഞാളെ കിറ്റ് കൊടുക്കുന്ന ദിവസം. ആ ശരിയാ, ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങി. എന്തെല്ലാം വിശേഷം? കളപ്പാട്ടെല്ലാം സ്വന്തം തന്നെയല്ലേ? ഉയ് കേളപ്പാട്ടിന്റെ കാര്യമൊന്നും പറയാത്തതാന്നേ നല്ലേ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾക്ക് എന്തെങ്കിലും ഒരു വീട്ടിത്തം ചെയ്ത് വെക്കോ. ഞാൻ തിന്നാടോ വേണ്ട. ആ എന്നാ ജാനുവടുത്തി പ്രശ്നം? ഇപ്പൊ നാട്ടില് വരുന്നല്ലോ ഓരോരോ പരിപാടി തുടങ്ങുന്നുണ്ടല്ലോ, ബിസിനസ്. നമ്മളെ കറുത്ത കണ്ണന്റെ മോൻ അനീഷുണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങിയേക്ക്. എന്തെന്നാന്ന് വെച്ചാല് നമ്മളെ മരിച്ചാല് ദയിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പിന്നെ ഗ്യാസും കുറ്റിയും പറയലോല് കൊണ്ടുവന്നിട്ട് നമ്മളെ ഐവർ മടം ചെയ്യുന്നതിന്റെ അതന്നെ അയറ്റാ ഒരു പരിപാടി ഇവൻ തുടങ്ങിയ പാടുന്ന നല്ലൊരു ഓഫർ അങ്ങ് വെച്ച്. ഓഫർ എന്തെന്നാന്ന് വെച്ചാല് 70 വയസ്സുള്ളപോലെ 1000 ഉറുപ്പ്യം കൊടുത്തിട്ട് ഒരു കൊല്ലത്തേക്ക് ഓനിയിൽ ചേർക്കും. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ 1000 ഉറുപ്പ്യക്കോൻ തീപ്പിച്ചു കൊടുക്കും. കേക്കണേ ഇനി അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ 1000 ഉറുപ്പ്യം കൊടുത്ത് പിന്നെയും പുതുക്കുക. ഇതാ ഓന്റെ പരിപാടി. ഈ കഴിഞ്ഞ പ്രളയം വന്നേരെ കേളപ്പാട്ടിന് മരണത്തിന് ഭയങ്കര പേടിയാ. ഇപ്പം കൊറോണ വന്നേരുള്ളേലും പേടിച്ച്. ഇനി അടുത്ത കൊല്ലം പ്രളയോ എന്തെന്നാ വരുന്നെന്ന് അറിയേറ്റ് ഇവരെന്ത് പണിയെടുത്ത് ഇക്കൊല്ലത്തോ അടുത്ത കൊല്ലത്തോ കൂടി 2000 ഉറുപ്പ്യക്ക് ഇവന്റെ ഓടിയിൽ ചേർന്നടോ. ഇങ്ങനത്തെ എല്ലാം ഒന്ന് ചേരുമ്പോ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ പാവി? കേളപ്പാട്ടിനാറ്റം മരിച്ചു വയ്ക്കണ്ടെങ്കിൽ 2000 ഉറുപ്പ്യന്റെ വിറമാണോ പാവി കത്തിക്കുവേ? പണ്ടേ പെനസില് പോലെയല്ലേ ഉള്ളു കേൾപ്പാട്ട്. 5-8 ചിരട്ടയും 3-4 മാടിലും കുറച്ച് ഓലക്കണിയുണ്ട്, ഉറങ്ങത്തിപ്പോവല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് കേളപ്പാട്ടിനാടണ്ടാ? കേളപ്പാട്ടനുണ്ട് മോനെ. കുന്നുമല കണ്ണനെയും ചാത്തൂനെയും കാണുവാൻ പോയിന്. ആന്തിനാനോടുത്തി ഈല് 2 ആളെ ചേർത്താ എന്നെ പ്രിയായിട്ട് കത്തിച്ചു തരും പോലും. അല്ല മോനെ, ഈ വില്യാപ്പള്ളി റോഡ് എന്ന് പറയുന്ന ഇത് തന്നെയല്ലേ? അതെ ഇത് തന്നെയാണ്. നേരെ പോയാ മതി കേട്ടോ. വളരെ ഉപകാരം. ഇനിയിപ്പൊ കേളപ്പനെ വിളിച്ചു നോക്കാം. ഓനാണ് കൃത്യമായിട്ട് ബൈ പറഞ്ഞു തരൂ. ഹലോ. അല്ല ജാനു, കേളപ്പനില്ലാടാ. അതാരാ? മൂസക്കയാ? ആ ഉണ്ട് മൂസക്ക, ഞാൻ കൊടുക്ക. കേളപ്പാട്ട ഇതാ പോണ്. മൂസക്ക വിളിക്കുന്നു. എന്തേനും മോസേ? നമ്മളെ ജാനു തമാശ എനിമേഷൻ ചെയ്യുന്ന ജ്യോതിഷിന്റെ പൊരേടിയനു. എന്തിനാ മൂസേ കോമഡിക്ക? ഇതെന്തിനാ പൊരക്ക് പോന്ന്? യൂട്യൂബിൽ നോക്കിയാ പോരെ? ഇല്ലെങ്കിൽ വാട്സപ്പിലെല്ലാം വരൂല്ലേ? ഇതെന്തിനാ പൊരക്ക് പോന്ന്? അതല്ലേ ഗൾപ്പാ, ഞമ്മള് മോയൻ ഗൾഫിന്ന് വന്ന കാര്യം എനിക്കറിയാലോ. ഓനൊരു ഹോട്ടല് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പരസ്യത്തിന്റെ കാര്യം സംസാരിക്കുവാനാ. ഇനിയിപ്പോ എത്തി? ഞാൻ വടകരയിൽ വില്യാപ്പള്ളി റോട്ടിലേക്ക് കയറി 2 കിലോമീറ്റർ എത്തിയരോ ഒരു ചെറിയൊരു ടൗണ് കണ്ടിട്ടുണ്ട്. ആട് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇഞ്ച വലത്തെ സൈഡില് ഒരു ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ടാ? വലത്തെ സൈഡില് ബസ് സ്റ്റോപ്പ്? അതന്നെ കാണുന്നുണ്ട് ഗൾപ്പാ. ഇനി നേരെ ഇടത്തെ സൈഡില് ഒരു മതിലും ഒരു ഗേറ്റും എല്ലാം കാണാം. അതിന്റെ അടുത്ത് സബാസ്റ്റ്യൻ എഴുതിക്കോ നോക്കിയെന്നെ. ഇടത്തെ സൈഡിൽ സെബാസ്റ്റ്യൻ. അല്ല കേളുപ്പാ, ഇങ്ങനെയാണ് ഒരാളോട് ബൈ പറഞ്ഞു കൊടുക്കുക? ഇതങ്ങനെയാണോ വായിക്കേണ്ടത്? ഞമ്മള് വിചാരിച്ച് എനിക്ക് വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്നല്ലേ കേളുപ്പാ? ഇത് അങ്ങനെയല്ല വായിക്കേണ്ടത്.